നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഡോക്ടർ എം ലീലാവതി മഹതിയുടെ 97ാമത് ജന്മദിനമാണ്. ആ ജന്മദിനം നമ്മൾ മഹതിക്ക് ആശംസകൾ നേരുന്നു. സുപ്രസിദ്ധ പാട്ടുകാരിയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയും ചെയ്ത സ്വർണ്ണലതയ്ക്ക് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങാം. ഇന്നിപ്പോൾ അത് രണ്ട് കാര്യമാണ് ലളിതമായിട്ട് പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇതിനു മുൻപും ഈ കഴിഞ്ഞ ഇലക്ഷനിലും UDF തോറ്റത്? മറ്റൊന്ന്, ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളിൽ ആർക്കാണ് ക്ഷീണം വരാൻ സാധ്യത? ആ രണ്ട് കാര്യം വളരെ ലളിതമായിട്ട്. ആദ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് UDF തോറ്റു? നിങ്ങൾക്കറിയാം, UDFൻ്റെ പ്രധാന ശക്തി കേന്ദ്രം ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളിൽ ഇല്ല, 10% ഉള്ളൂ. ബാക്കി 6% കൺവെർട്ട് ക്രിസ്ത്യാനി. അതിൻ്റെ ആ പ്രസക്തി ഇപ്പോൾ ഇല്ല കേരളത്തിൽ. പിന്നെ ഉള്ളത് 33 വരുന്ന മുസ്ലിങ്ങളുടെ വോട്ടാണ്. അതിൽ കേവലം 10% വോട്ട് മാത്രമാണ്. ഇത് 30ൻ്റെ അല്ല, ആകെയുള്ള ന്യൂനപക്ഷ വോട്ടിൻ്റെ അല്ലെങ്കിൽ മൊത്തം വോട്ടിൻ്റെ 10% LDFന്. ബാക്കിയുള്ളതിൽ 90% വോട്ടും ആർക്കാണ്? UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സാണ്. അതിൽ തന്നെ നിങ്ങൾ UDF വരെ മനസ്സിലാക്കുക. അതിൽ തന്നെ മുസ്ലിം ലീഗിന് ആകെ മുസ്ലിങ്ങളിൽ 3 വോട്ട്, അതായത് 30% വോട്ട് അവർക്കുള്ളത്, മാക്സിമം മെമ്പർഷിപ്പ് ഉള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള 70%-ൽ 10% വോട്ട് LDFന് പോയാൽ പിന്നെ ബാക്കിയുള്ള 60% വോട്ടും കൈപ്പത്തി ചിഹ്നത്തിലും കോൺഗ്രസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് കൈ നനയാതെ മീൻ പിടിച്ച് അധികാരത്തിൽ കയറിയത്. ആ കയറിയതിന് ശേഷം ആ സമുദായത്തോട് മാന്യത പുലർത്തിയില്ല എന്ന് 100 ഉദാഹരണങ്ങളുടെയും ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് നമ്മളുടെ ഒരു കല്യാണ സദ്യക്ക് ചോറ് വെന്തോന്ന് അറിയാനായിട്ട് എല്ലാം വെച്ച് നോക്കില്ല, 1-2 ചോദ്യം ഞെക്കി നോക്കും. അത് 1-2 കാര്യം പറഞ്ഞാൽ മതി. ഇതിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, അത് മറ്റൊന്നുമില്ല. അറബിക് സർവകലാശാല തുടങ്ങാൻ പറഞ്ഞ് സച്ചാർ കമ്മിറ്റി, അത് മൻമോഹൻ സിംഗ് വെച്ച കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അതിൻ്റെ ഇവിടെ കേരളത്തിൽ പാലളി മമ്മൂട്ടിയായത് എൻ്റെ ചാർജിലായത്. ആ പാലളി മമ്മൂട്ടി ഒരു അറബിക് സർവകലാശാല തുടങ്ങാൻ ഒരു തീരുമാനമെടുത്തു. അത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പരിഗണന വന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ സർവകലാശാല തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തര കേരളത്തിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായങ്ങൾ 3 പ്രാവശ്യത്തോളം ട്രിവാൻഡ്രത്ത് സെക്രട്ടറി മുമ്പിൽ സമരം നടത്തി. ആ സമരം നടത്തിയ കൂട്ടത്തിൽ അന്നത്തെ UDF ഗവൺമെൻറ് നയിക്കുക ഉമ്മൻചാണ്ടിയും കുഞ്ഞാക്കായും മാണി സാറും പിന്നെ കോട്ടിത്തര അച്ചായൻ ചീഫ് സെക്രട്ടറി, ഈ 4 ബിരുദന്മാർ, 2 ബിരുദന്മാർ മരിച്ചുപോയി. ബിരുദന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ കൊടുക്കൽ ബൈബിൾ കോളേജിനോട് പണം അനുവദിക്കുന്നു. അങ്ങനെ കൊടുക്കാതെ 10,000 മുസ്ലിങ്ങൾ സമരത്തിൽ വന്നിട്ട് 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് 3ാമത് പ്രാവശ്യം അവർ മടങ്ങിപ്പോയപ്പോൾ തീരുമാനമെടുത്തു. നിരാശ്രയരും നിരാശരുമായ ആ വിഭാഗം മടങ്ങിപ്പോയി. അപ്പോൾ അവർ തീരുമാനമെടുത്ത് ഇനി ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടായിരുന്നു. അത് ഏതുപോലെ അറിയോ? ബഹുജൻ സമാജ് പാർട്ടിയുടെ ക്യാൻഷർ നയിക്കുന്ന ബഹുജൻ സമാജ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബാംസപ്പ് എന്നൊരു സംഘടനയാക്കി, സാംസ്കാരിക സംഘടന. അതിൻ്റെ നേതൃത്വത്തിൽ ബോട്ട് ക്ലബ്ബ് മൈതാനിയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിന് മുമ്പേ ഉണ്ടായ മണ്ഡൽ റിപ്പോർട്ടിനൊക്കെ ഉള്ളതാണ്, നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുന്നത് സമരം നടത്തി. ഒരു സമരത്തിൽ 50 ദിവസം 5000 പേരെ വെച്ച് ബോട്ട് ക്ലബ്ബ് ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിരന്തരമായിട്ട്
തുടർച്ചയായിട്ട് അപ്പീലിലും പക്ഷേ എല്ലാം അവിടെ തന്നെയാണ് ചെയ്തു. അങ്ങനെ കണ്ണ് തുറക്കാതെ ഇരുന്നപ്പോൾ കാൻഷാബ് ഒരു കാര്യം പറയും, ഇനി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നില്ല, ഇത് ഞങ്ങളുടെ വോട്ടും നിങ്ങൾ അധികാരം വേണ്ട, ഞങ്ങൾ വോട്ട് സംഘടിപ്പിച്ച് ഞങ്ങൾ ഭരണത്തിൽ കയറാണെന്ന് പറഞ്ഞ് അങ്ങനെ UP-യിൽ 4 പ്രാവശ്യവും മായാവതിജി മുഖ്യമന്ത്രിയായി. അതിനുശേഷം മായാവതിജി മണ്ടത്തെ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വീണുപോയി. ആ പ്രസ്ഥാനം തന്നെ ഇന്ന് ഇല്ലാതെയായി. അതൊക്കെ വലിയ സംഭവമാണ്, പിന്നെ പറയാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി അറബിക് സർവകലാശാല ഇവിടെ തുടങ്ങിയാൽ തന്നെയും അതിന് നേട്ടം കിട്ടുന്ന മുസ്ലിങ്ങൾക്കല്ല. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ എന്നും ഗൾഫിൽ പോകുന്നവർ, ഇവിടെ ഇപ്പോൾ അറബി ഭാഷയുടെ വലിയ പ്രയോഗമല്ല, പിന്നെ ഗൾഫിലെ സാധ്യതയുള്ളൂ. പോയാൽ അവിടെ ഈ ഡ്രൈവർമാരും കുക്കർ പണിയും അല്ലെങ്കിൽ ഹോട്ടൽ പണിയൊക്കെയാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. വളരെ കുറച്ച് പേരെ ഉയർന്ന ജോലിയുള്ളൂ. ബാക്കി ഉയർന്ന ജോലിയെല്ലാം പ്രത്യേകം പറഞ്ഞ് ഇവിടുത്തെ നായരും ക്രിസ്ത്യാനിയാണ്. ചോമാരും അത്ര വരുന്നില്ല. അപ്പോൾ അവർക്കാണ് അതിന് മെച്ചം കിട്ടുന്നത്, എന്നിട്ടും സമ്മതിച്ചില്ല. അപ്പോൾ അതിന് അവർ പറഞ്ഞൊരു കാര്യം, 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയാണ് കേരളത്തിൽ സംസ്കൃതം. ആ സംസ്കൃതത്തിന് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ സാഹിബ് നിർബന്ധിച്ച്, മുഹമ്മദ് ബഷീർ നിർബന്ധിച്ച്, കുഞ്ഞാക്കായ്ക്ക് ഇഷ്ടപ്പെട്ട് കർണാടകൻ്റെ കാലത്ത് അറബിക് സംസ്കൃത സർവകലാശാല തുടങ്ങി. കാടിയിൽ അത് പാടം നിർത്തിയാണ്, അത് വെള്ളപ്പൊക്കം വന്ന് നാട് നശിച്ചാണ്. എന്തുവാകട്ടെ, ഏത് ഭാഷ പഠിക്കുന്നത് യാതൊരു സംശയമില്ല, അതിന് ആരും പരാതിയില്ല. ഏത് ഭാഷ പഠിക്കും, ഒരു ഭാഷ ഒരു വിഭാഗത്തിൻ്റെ ഒരു നാടിൻ്റെ കുത്തകയല്ല. അങ്ങനെ അറബിക് സംസ്കൃത സർവകലാശാല തുടങ്ങി ഇപ്പോൾ മാന്യമായിട്ട് മുന്നോട്ട് പോകണം. അതിൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഇവിടെ വൈസ് ചാൻസലർ ആയിരുന്ന ആൾ. ഓക്കെ, എന്നിട്ട് ലോകത്തിൽ 3 കോടി 100 കോടിയിൽ പരം മുസ്ലിങ്ങളുണ്ട്. അതിൽ ഏതൊരു 90% അറബി സംസാരിക്കുന്നവരാണ്, അറബി ഭാഷ ഉപയോഗിക്കുന്നവരാണ്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കോടിക്കണക്കിന്. കേരളത്തിൽ 3 കൂടുതലുണ്ട്, ദേശീയ ലെവലിലാണെങ്കിൽ 5-1. എന്നിട്ടും ഈ കുഞ്ഞാക്ക ശ്രമിച്ചില്ല, ഈ മണ്ടൻ ബഷീർ ശ്രമിച്ചില്ല, പിന്നെ ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല, മാണിസാർ സമ്മതിച്ചില്ല, അവസാനം കോട്ടയത്തെ അച്ചായ സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ആ വിഭാഗം ജനങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം മറിച്ച് വോട്ട് ചെയ്തപ്പോഴാണ് ഈ പിണറായി സഖാവ് അധികാരത്ത് വന്നത്. പിണറായിയുടെ കഴിവൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുമില്ല, RSSന്റെ വോട്ടുമില്ല. RSSന്റെ വോട്ടും പരമാവധി ചെയ്യില്ല, കാരണം അവർ പരമാവധി വോട്ട് പിടിച്ചില്ല, മോശമല്ല. അതുകൊണ്ട് അങ്ങനെ മറിക്കാൻ പറ്റില്ല. ചില പ്രത്യേക സ്ഥലത്തോട്ട് ചെയ്താലേ മൊത്തം മറിക്കാൻ പറ്റില്ല. അതാണ് അങ്ങനെ മുഖ്യമന്ത്രി അധികാരത്തിൽ. അപ്പോൾ ചിലവർ പറയും അങ്ങനെ കയറിയത് ശബരിമലയുടെ ആ സമരം കൊണ്ടാണ്. അങ്ങനെ ശബരിമലയുടെ സമരം കൊണ്ടാണെന്ന് പറഞ്ഞാരാണ്? മുല്ലപ്പള്ളി. അത് പറഞ്ഞതാണ്, കഴിഞ്ഞ മുമ്പിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ്, കാരണം 20 സീറ്റ് ആ പെണ്ണെ തോൽപ്പിച്ചു കളഞ്ഞാണ്. 19 സീറ്റ് UDF നേടി, കോൺഗ്രസ് നേടി, ലീഗ് ഉൾപ്പെടെ. അപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൊക്കെ 90 വയസ്സായിട്ടായി, കുഴിയിലേക്ക് പോറായി. അദ്ദേഹമൊക്കെ പറഞ്ഞ് അത് ശബരിമല സീസൺ കൊണ്ടാണ്, അവിടെ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിപ്പിച്ച പ്രസിഡൻ്റായിരുന്നു, ഇപ്പോഴും തോറ്റപ്പോൾ എന്നെ കുറ്റം പറയുന്നു, ജയിക്കുമ്പോൾ നിങ്ങളാരും പറയില്ലായിരുന്നു. അത് വേറെ വശം ആണ് ചെയ്തത്. അതുകൊണ്ടല്ല വോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രവൃത്തി ദൂഷ്യമാണ്, ന്യൂനപക്ഷ സ്നേഹമല്ല. ഇപ്പോൾ കേരളത്തിൽ LDF മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ മണ്ടത്തരം, അത് ഞാൻ പറഞ്ഞുതരാം, മണ്ടത്തരത്ത് പോലെയാണ് കോൺഗ്രസ് മുസ്ലിം പ്രീണനം. ഒന്നുമില്ല, വെറും ചടങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ വോട്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിന് മുമ്പ് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ, അതിനുശേഷം നടന്ന അസംബ്ലി ഇലക്ഷൻ, പിന്നീട് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ, പിന്നെ അസംബ്ലി, ഈ 4 ഇലക്ഷനിൽ LDFന് എങ്ങനെ കൂടുതൽ കിട്ടി? അങ്ങനെ അമ്പലത്തിൻ്റെതാണെങ്കിൽ അത് പിന്നെയും കിട്ടണ്ടല്ലേ? അതല്ല, സത്യം അതാണ്. അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ടാണ് CPMന് അധികാരത്തിൽ കയറാൻ പറ്റിയത്. ആ ഒരു മാറ്റം, ചെറിയൊരു മാറ്റം വന്നതിൻ്റെ വരില്ല. കാരണം ഓരോ സ്ഥലത്തും 1000, 2000 വോട്ടൊക്കെ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന സ്ഥാനങ്ങളിൽ ഒരു 5% വോട്ടർമാർ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കും. അങ്ങനെയാണ് 99 സീറ്റ് ഇത്തവണ കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് തന്നെ കിട്ടിയത്. അപ്പോൾ അതാണ് LDF വോട്ട്. അല്ലെങ്കിൽ LDF പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പറയും കോൺഗ്രസ് വോട്ട് കൊണ്ടോ, അല്ലെങ്കിൽ RSSന്റെ വോട്ട് കൊണ്ടോ, അല്ലെങ്കിൽ BJP വോട്ട് മറിച്ചിട്ടോ, അല്ലെങ്കിൽ അമ്പലത്തിന് ഉണ്ടായിട്ടോ അല്ല. ഇതാണ് കാര്യം. പക്ഷെ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി, അത് ഞങ്ങൾ തന്നെ പറയും, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അന്നത്തെ ആശയം ഇന്നത്തെ ആശയം എനിക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം കുറച്ച് വ്യത്യാസമുണ്ട്. അന്നത്തെ ആശയം വെച്ച് നോക്കുമ്പോൾ UDF തോറ്റു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു വശത്ത് BJP, ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.
അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ ആശയമല്ലേ, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ആശയം പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് എന്താ പ്രത്യേക ആശയമൊന്നുമില്ല. അപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ പരമാവധി വോട്ട് കോൺഗ്രസ് ചെയ്യും, അല്ലെങ്കിൽ UDF ചെയ്യും. അതിൻ്റെ തെളിവ് കൂടിയാണ്, ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ തവണ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ LDF ക്ഷീണം പറ്റി. LDFിൻ്റെ ബുദ്ധിരാക്ഷസന്മാർ മണ്ടന്മാരാണ്, വീട്ടികളാണെന്ന് പറയാൻ കാരണമുള്ളൂ. 12 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് CPM-ന്, LDF-ന് വരുന്നത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞത്? സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ. വല്ല വിവരമുണ്ടോ ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഈ പാർട്ടികൾക്കുണ്ടോ? അതായത് ഇലക്ഷന് കഴിയുന്നവരും വോട്ട് ബൂത്ത് പെട്ടിയിൽ വീഴുന്നവരും നമ്മൾ പറയും ഞങ്ങൾ തന്നെ 100% ജയിക്കുക. അത് പറ്റില്ല. പെട്ടിയിൽ വീട് കഴിഞ്ഞാൽ ആ ചെയ്ത വോട്ടിൽ നിന്ന് ഒരു 10-15% മാക്സിമം 20% വ്യത്യാസം വരാം. ഒരു രാഷ്ട്രീയ മീമാംസകളിലുണ്ട്, രാഷ്ട്രീയക്കാരൻ വിലയിരുത്താൻ ഒരു 20% കൂടുകയോ കുറയോ ചെയ്യാം. 10% പാടുള്ളൂ, 20 ആകട്ടെ. ഇതെത്ര കിട്ടി? 12 ഒരു സീറ്റാണ് കിട്ടിയത്. അതെന്തുകൊണ്ടാണ് കിട്ടിയത്? കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്ക്, കോൺഗ്രസ്സുകാർ മനസ്സിലാക്ക്. ആ പെണ്ണ് പിന്നെ നമ്മുടെ സ്കറിയെ പിന്തുണച്ചുകൊണ്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ വോട്ടർമാർ ഈ രാധാകൃഷ്ണൻ ജയിപ്പിച്ചത്. രാധാകൃഷ്ണൻ വ്യക്തിപരമായിട്ട് ഒരു കുഴപ്പക്കാരനല്ല, കല്യാണം കഴിച്ചിട്ടില്ല, സമ്പാദിച്ചിട്ടുള്ള പാവപ്പെട്ടവരാണ്. അതാണ് ആ സീറ്റ് കിട്ടിയത്, അല്ലാതെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കൊടുത്തുകൊണ്ടല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ AK സെല്ലിൽ റിസർച്ച് വിങ്ങിന് ഒരു കാര്യം മനസ്സിലായി. മറ്റെന്തൊക്കെ പറഞ്ഞാൽ AK വിങ്ങിൽ റിസർച്ച് വിങ്ങിൻ്റെ അത് കുറച്ചൊക്കെ ചിന്തിക്കുന്നതാണ്. അതെന്താ മനസ്സിലായത്? വരുന്ന അസംബ്ലി ഇലക്ഷനിലും അതിന് മുൻപ് നടക്കുന്ന പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിലും മുസ്ലിം സമുദായത്തിൽ വോട്ട് പഴയ സഖാക്കൾ വോട്ടല്ലാതെ മറ്റൊരു വോട്ട് കിട്ടൂല. അത് അവർ മനസ്സിലായി. കാരണം അവർ വഞ്ചിച്ചും പറ്റിച്ചും അവരും തിരിച്ചറിഞ്ഞു പോകും. നാം ആരാണെന്ന് വാട്ടാമായി ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതികരിക്കില്ലേ? അതുപോലെയാണ്. ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ ഞാൻ എൻ ജാതി എന്തെന്നറിഞ്ഞോന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ അവരും പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് മഴ പെയ്യുന്നത് എന്തുകൊണ്ട്, കമ്മോഡിറ്റി തോൽക്കുന്നതുകൊണ്ട്, അങ്ങനെ എന്തുകൊണ്ട് ഉത്തരവുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കി 1/3 കൂടുതൽ വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരു 10% ആകെ മുസ്ലിങ്ങളിൽ ആകെ ഉള്ളൊരു 10% വോട്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറില്ല, പാർട്ടി വോട്ടുകളാണ്, മാറില്ല. ബാക്കി 90% കിട്ടില്ല മനസ്സിലായപ്പോൾ പിന്നെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഹിന്ദു വോട്ട് കിട്ടണം. ക്രിസ്ത്യൻ വോട്ടും കാര്യമായിട്ട് കിട്ടൂല, അത് UDFിലേക്ക് തന്നെ പോകും. അതിൽ കുറച്ച് കിട്ടുള്ളൂ, കിട്ടിയാൽ ആകെ 10% ഉള്ളൂ, അതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദു വോട്ട് കിട്ടണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്നത് ഹിന്ദുത്വ പാർട്ടിയല്ല, ഹിന്ദു പാർട്ടി എന്നത് ഇന്നും CPM ആണ്. അത് സംശയമില്ല. അപ്പോൾ ഹിന്ദു വോട്ട് കിട്ടണം. ആ ഹിന്ദു വോട്ട് കിട്ടണം എന്ത് ചെയ്യണം? മുസ്ലിം വിരോധം കാണിക്കണം. പ്രത്യേകിച്ച് ഒരു സംഘപരിവാർ അനുഭവം കാണിക്കണം. അത് മറ്റേ കാലം കണ്ട് പിണറായി വിജയൻ്റെ മകളിലെയും കേസൊക്കെ എത്ര പ്രാവശ്യം രാവിലെയും കേസ് മാറ്റി 39 പ്രാവശ്യം മറ്റേ കയറിയിരിക്കുന്നത്. എന്തൊരു കോടതിയാണ്, എന്ത് നിയമമാണ്, ഇത് നീതിയാണ്. 30 പ്രാവശ്യം ഒരു കേസ് മാറ്റിയേക്കാണ്. ഇന്ന് മറ്റേ ദിലീപിൻ്റെ കേസ് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? എത്ര വർഷമായി? 13 ഒറ്റ വർഷമായത്, 13 വർഷമായത് പറഞ്ഞത്. ഒരു കേസ് ഒന്ന് 5-6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം, 2 കൊല്ലം, 2 കൊല്ലത്തിൽ എന്ന് പറയണ്ടേ? ഒന്നുമില്ല വിടണം അല്ലെങ്കിൽ ശിക്ഷിക്കണം. ഇത് 10-13 വർഷമായിട്ടോ പറഞ്ഞു. അതുപോലെ 39 പ്രാവശ്യം കേസ് മാറ്റി. എന്തോരു. അപ്പം അങ്ങനെ വന്നപ്പോൾ സംഘപരിവാരമായിട്ട് യോജിച്ച് അവർക്ക് അനുകൂലമായിട്ട് നിർത്തിയേ തീരൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ BJP മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ പോലും BJP ഇന്നലെ നാളെ അധികാരത്തിൽ വരും. കാരണം 25 വർഷം മുൻപ് വിമാനത്താവളം, കൊച്ചിയിലെ വിമാനത്താവളം എറണാകുളം ജില്ലയിൽ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് 69-ലാണ്. അത് കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞാൽ വിമാനത്താവളം വന്നു. ഇപ്പോൾ വിമാനത്താവളം വന്നിട്ട് 25 വർഷമായി. ഇപ്പോൾ ഏതാണ്ട് 50 വർഷമായി. ഞാൻ പറഞ്ഞു 69, 70, 70, 30, 55 വർഷമായി. 55 വർഷമായിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. അപ്പോൾ 25 വർഷം കഴിഞ്ഞാൽ വന്നു. അത്രയൊന്നും കാത്തിരിക്കേണ്ട. BJPയും കേരളത്തിൽ അധികാരത്തിൽ വരും. എങ്ങനെ വരും? കോൺഗ്രസ് വരുന്ന പോലെ, കമ്മ്യൂണിസ്റ്റ് വരുന്ന പോലെ BJPയും അതുപോലെ 3 കക്ഷിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്ധമായ BJP വിരോധം കൊണ്ടോ അന്ധമായ RS വിരോധം കൊണ്ടോ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ബി പ്രാക്ടിക്കൽ. BJP എന്നുള്ളതും RS എന്നുള്ളതും ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു.
അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടിച്ചാൽ കാര്യം ഇരുട്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി കളിയിൽ ക്ഷീണം പറ്റാൻ പോകുന്നത് BJPക്കാണ്. കാരണം BJPക്കിലേക്ക് മാറുമായിരുന്ന ഹിന്ദു വോട്ടുകൾ, എങ്ങനെ ഹിന്ദു വോട്ടുകൾ, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ച കുറേ ഹിന്ദു വോട്ടുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലും അവർ ചില പ്രവർത്തി കൊണ്ടൊക്കെ അത് BJPയിലേക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യതയാണ് CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKSL റിസർച്ച് വിങ് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ട് ആ വോട്ട് BJPയിൽ മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്നത്. കാരണം അവർക്ക് നിലനിൽപ്പ് വേണ്ടിയാണ്. നമ്മൾ BJP ഇപ്പോൾ മോഡിജി അമിത്ഷാ ഒക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് നിലനിൽക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും, അതിൽ തെറ്റുണ്ടാൽ ശരിയുണ്ടാവും. അതുപോലെ ഇവർക്ക് നിലനിൽപ്പ് പറയില്ല, കാരണം മുസ്ലിങ്ങൾ വോട്ട് കിട്ടില്ല ഉറപ്പാണ്. കേന്ദ്രം ഡൽഹി BJP വീണ്ടും മൂന്നാമത് വന്നതോടെ മുസ്ലിങ്ങൾ വോട്ട് ഇനി ഭൂരിപക്ഷം മുസ്ലിങ്ങളില്ല, അല്ലാതെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇപ്പോഴും അത് മാറണം. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് നിൽക്കക്കളിയില്ല. ഇനി ഭരണം തുറന്ന് പോകണമെങ്കിലും നീ ഭരണം ഇല്ലെങ്കിൽ പോലും ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാണെങ്കിൽ പോലും ഹിന്ദു വോട്ട് കിട്ടണം. അതിനുള്ള കളിയാണ് BJP നേതാക്കളെ സഹപ്രവർത്തകരെ ഇപ്പോൾ CPM കളിക്കുന്നത്. അതിൽ നിങ്ങൾ വീണുപോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണി നടക്കാതെ വരും. അതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് നിങ്ങൾക്ക് പറ്റുന്ന കുഴപ്പം. അത് നിങ്ങൾ കുഴപ്പം പറ്റിയതല്ല പറയുന്നത്, പക്ഷെ അതിൽ ക്ഷീണം നിങ്ങൾക്കാണ് പറ്റുന്നത് പറയണം. അപ്പോൾ വേറെ കാര്യമുണ്ട്, ജയശങ്കറിൻ്റെ ഭാഷ. ജയശങ്കർജി പറയുമ്പോൾ സാമാന്യ വിവരമുള്ള ഒരാളും ഒക്കെയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും അങ്ങനെ തീരെ മോശം അഭിപ്രായം, ചില കാര്യങ്ങൾക്ക് പറയുന്ന കളവ് പറയാറുണ്ട്. കാരണം പാകിസ്ഥാനിൽ മുസ്ലിം ജനസംഖ്യ 30% ഉണ്ട്, അതിപ്പോൾ 3% എന്നൊക്കെ പറയുന്നത് മണ്ടത്തിലാണ്. അതെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഒരുമിച്ചുള്ളപ്പോഴാണ് 17% ഉണ്ടായത്. അത് ബംഗ്ലാദേശ് രണ്ടായപ്പോൾ ഹിന്ദു സമുദായം മുഴുവൻ അവിടെയായിരുന്നു, ഇവിടെ ഉണ്ടായില്ല. അതാണ് പാകിസ്ഥാനിൽ 3% കുറഞ്ഞും മറ്റടുത്ത് 10-15% ഉള്ളൂ. അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറ്റും. അതുപോലെ ചില കാര്യങ്ങൾ അത് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം വളരുന്നതിന് വേണ്ടി ചില ടെക്നിക്ക് ഉപയോഗിക്കണം. അത് കുറ്റം പറയാൻ നോക്കില്ല, കുറ്റമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് വർഗീയവാദിയും മതരാഷ്ട്രവാദിയുമാണ് അൻവറും KT ജലീലും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിട്ട് നമ്മൾ ചാനൽ കണ്ടുവാണ്, ഈ മറ്റേ സ്കൈയുടെ ചാനലിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ണിട്ട് കണ്ടുവാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. അവിടെയാണ് ജയശങ്കർജിയുടെ വ്യക്തിത്വം പോകുന്നത്. പറഞ്ഞെങ്കിൽ അന്തസ്സായിട്ട് പറയണം. എന്നോട് പറഞ്ഞുകൂടാ, വർഗീയവാദിയാണ് ഞാൻ പറയും, അതാണ് അന്തസ്സ്. അതുപോലെ അതിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, അൻവർ പറഞ്ഞ് തെറ്റാണ് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു. ഷിഹാസൊക്കെ പറഞ്ഞത് പിറ്റേന്നാണ്, ഞങ്ങൾ അന്ന് തന്നെ ഇതുപോലെ ചാനൽ പറഞ്ഞു. അങ്ങനെ എന്ത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഭാഷ ജയശങ്കർജിയെക്കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതൊന്നുമല്ല, വേറെ ചില ലക്ഷ്യങ്ങളാണ്. അത് നിറവേറണമെന്നോണം നിങ്ങളൊരു ബുദ്ധിജീവിയാണെന്നും നിങ്ങളൊരു സംസ്കാര സമ്പന്നനാണെന്നൊക്കെ അറിയണമെങ്കിൽ അതുപോലെയുള്ള ആ ഭാഷ ചില മുസ്ലിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാൻ കൊള്ളില്ല. കാരണം അവർ രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയും. അത് തെറ്റാണെന്ന് പറഞ്ഞ ആദ്യത്തെ ആളും ഞാനാണ്. കാരണം ഞങ്ങൾ ചിന്തിക്കും അതാണ് ശരി. പക്ഷെ അതിപ്പോൾ ഏതാണ്ട് സുല്ല് പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ജയശങ്കർജി ബുദ്ധിമാനാണ്, അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം പക്ഷെ അതിൽ വീണ് പോയ ഒരു മഹാവിഡി മണ്ടൻ. വെട്ടിയത് കുറ്റമല്ല, മണ്ടത്തിലാണല്ലോ. മണ്ടത്തിന് കുറ്റമല്ല, ഞാൻ തെറിയൊന്നുമല്ല വെട്ടിയെന്ന് പറഞ്ഞു. മണ്ടൻ എന്ന് പറയും. എന്തറിയോ, ഷിഹാസിൻ്റെ പണിയാണ്. ഷിഹാസ് അതിൽ സംഘപരിവാറിന് വേണ്ടി വാദിച്ചു എന്നാണ്. സത്യമില്ലെങ്കിലും മുസ്ലിം ഇപ്പോൾ മറ്റ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർ പ്രത്യേകം മുസ്ലിങ്ങൾ ധരിക്കുന്നത് ഈ വാർത്ത കളയാൻ പറ്റില്ല, വന്നുപോയില്ലേ. ഇത് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്ത ആലുവ അസംബ്ലിയിൽ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്കല്ല അൻവർ സാത്താണ് കിട്ടുകയാണെങ്കിൽ, ഇത് ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ പാർട്ടിയും വിളമ്പില്ലേ ഷിഹാസെ. പക്ഷെ ഈ കാട്ടുകൂട്ടിൽ LDFന് ക്ഷീണം പറ്റും. അതായത് BJP കിട്ടിയ ക്ഷീണം വോട്ട് കുറയും, LDFന് ഭരണം പോകും, UDFന് ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. UDFന് ക്ഷീണം പറ്റില്ല. പക്ഷേ ഷിഹാസിന് ആലുവ മണ്ഡലം അങ്ങനെ ഓരോ മണ്ഡലം അടിച്ചാൽ നോക്കും. ഇപ്പോൾ സഖാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ സംഘപരിപാടി ചിലപ്പോൾ ചായ കാണിച്ചാൽ പുള്ളിക്ക് ജയിച്ചെടുക്കാം. ഷിഹാസ് ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഇത് മനസ്സിലാക്കണം, എന്താണെന്ന് കേട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മുടെ
കോട്ടയത്തുകാരൻ. അദ്ദേഹം പറഞ്ഞ് പ്രസിഡന്റിന് പിന്നെ ഗവർണർക്ക് അനുകൂലമായിട്ട്. അദ്ദേഹത്തിനോട് കുഴപ്പമില്ല, അവിടെ മുസ്ലിങ്ങളില്ല, അപ്പോൾ ആർസ് അനുകൂലം കുഴപ്പമില്ല, ഹരിപ്പാടില്ല, ഇന്നലെ പറഞ്ഞാണ്. പക്ഷെ ആലുവയിൽ അങ്ങനെയല്ല, മുസ്ലിം ഭൂരിപക്ഷ വോട്ടുള്ള മണ്ഡലമാണ് ആലുവയിൽ. കുറേ അധികം മണ്ഡലമുള്ള ഒരു മണ്ഡലം അതാണ്. അവിടെ എന്താ വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് എടുത്താൽ നിഷ്പക്ഷപതികളുടെ വോട്ട് കിട്ടാണ് ജയിക്കുന്നത്. അല്ല പാർട്ടികൾ വോട്ട് കിട്ടിയാണ് ജയിക്കുന്നത്. അല്ല, പാർട്ടി വോട്ട് ഏതാണ്ട് 45 55 നിൽക്കും. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകണമെന്ന് പറയുന്നത് എന്താണ്? ഈ നിഷ്പക്ഷപതി വോട്ടുള്ള ഇത് പറയുന്നത്. അത് നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും DC പ്രസംഗിക്കാൻ ഫിറ്റല്ല എന്നാണ്, അൺഫിറ്റ് എന്നാണ്. നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കണേ. അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ചാണക്യൻ പറഞ്ഞ പോലെ മൗനം വിദ്വാനുഭൂഷണം. നിങ്ങൾ ഭൂഷണം അവിടെ ഒരു പക്ഷം പിടിക്കണ്ട. ഞാൻ എന്ത് ചെയ്തത്? നമ്മൾ അൻവറിൻ്റെ പക്ഷം പിടിച്ചില്ല, ജയശങ്കറിൻ്റെ പക്ഷം പിടിച്ചില്ലല്ലോ. രണ്ടുപേരും ന്യായീകരിച്ച് പറഞ്ഞു. രണ്ടുപേരും ചെയ്തതിനെക്കുറിച്ച് തെറ്റായ രീതിയിലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവതരിപ്പിച്ചു. അത് നമ്മൾ ഓട്ടം നിൽക്കണമെന്നില്ല, അത് മനസ്സിലാക്കണ്ടേ. ഇപ്പം ഇത് പറഞ്ഞ വേറൊരു കാര്യം പറയാം. അതായത് തൃശ്ശൂർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നുണേ LDFിൻ്റെ ചില ബുദ്ധിജീവികളുടെ ആ നുണ പറയുന്നത് കേൾക്കണേണ്ടല്ലോ. തൃശ്ശൂർ 70 വോട്ട് കോൺഗ്രസ് വോട്ട് കുറഞ്ഞു പോയി. അപ്പോൾ കോൺഗ്രസ് അല്ലേ BJP വോട്ട് ചെയ്തതെന്ന് ആണ് LDF കണക്ക് ഉദ്ധരിക്കുകയാണ്. LDFിൻ്റെ ആൾക്കാർക്ക് എന്താ ബുദ്ധിജീവികളാ, ചാണക്യ ബുദ്ധിയുള്ള ആൾ. അവർ ഈ പാവപ്പെട്ട പറ്റിക്കണേ. അവർ പറഞ്ഞറിയോ, അപ്പോൾ കോൺഗ്രസ് വോട്ടല്ലേ പോയത്, അപ്പോൾ കോൺഗ്രസ്സിലെ BJPക്ക് വോട്ട് മറിച്ച് കൊടുത്ത് എന്ന് അവർ സമർത്ഥിക്കുമ്പോൾ പാവപ്പെട്ട വോട്ടർമാർ മനസ്സിലാക്കി ശരിയാണല്ലോ. അവർക്ക് കണ്ട് 75,000-80,000 വോട്ട് കുറഞ്ഞു പോയി മുരളിക്ക്. മറ്റേ സുനിൽകുമാറിന് 17,000-ലേക്ക് ചെയ്തിട്ട് 17,000 വോട്ട് കൂടി. അപ്പോൾ ഇടതുപക്ഷ വോട്ടല്ല പോയത്, വലതുപക്ഷം കോൺഗ്രസ് ആണ് വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് സമർത്ഥിക്കുമ്പോൾ ശരിയാണ്. പക്ഷെ എന്താണ് അതിൻ്റെ സത്യം? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് രാഷ്ട്രീയത്തിലെ അടവ് നയമുണ്ട്, തന്ത്രമാണത്. പിന്നെ ഒരു ക്രോസ് വോട്ടുണ്ട്. ക്രോസ് വോട്ട് ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഏതായാലും അവിടെ BJP ജയിക്കുമെന്നൊരു സാധ്യതയുണ്ടെങ്കിൽ, LDFിന് തോൽക്കുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിഷ്പക്ഷമാക്കുന്ന വോട്ടർമാർ എന്ത് ചെയ്യും? കോൺഗ്രസ് വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ 3 പ്രാവശ്യവും, ഇപ്പം 4ാമത്തെ പ്രാവശ്യം മറ്റേ ഇദ്ദേഹം ജയിച്ചത്. ഇത്തവണ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ UDF ക്ഷീണമാണെന്നും സുനിൽകുമാർ ജയിക്കാൻ സാധ്യത മനസ്സിലാക്കിയ നിഷ്പക്ഷപതികളെ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ, 17% മുസ്ലിങ്ങളുണ്ടല്ലോ ഇവിടെ. എത്ര ആയിരം ഉണ്ടെന്ന് അറിയാലോ, 1% 15 ലക്ഷം, ഒരു 12 ലക്ഷം ഉണ്ടെങ്കിൽ എത്ര 1-2 ലക്ഷത്തോളം വരില്ലേ? ആ വോട്ടിൽ തികച്ചും LDF അല്ലാത്ത, തികച്ചും BJP അല്ലാത്ത UDF അനുഭാവികൾ, LDF അനുഭാവികളുള്ള വോട്ടുകൾ കുറേ മറിഞ്ഞ്. അങ്ങനെയാണ് സുനിൽകുമാറിന് ആ വോട്ട് കിട്ടിയത്. അങ്ങനെ സുനിൽകുമാറിന് വോട്ട് കൂടുതൽ കിട്ടിയത് അല്ല, കോൺഗ്രസ് വോട്ട് BJP വോട്ടല്ല. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരണം നടത്തുന്നത് എന്താ അറിയോ? ഇങ്ങനെയാണ്. ഇതിന് കൗണ്ടറായിട്ട് പറയാൻ ഇതുവരെ ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. നിങ്ങൾ എതിർക്കും. ഇതിപ്പോൾ ശവമതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എതിർക്കാണ്. അത് മണ്ടത്തരല്ലേ? അതൊരു എസ്റ്റിമേറ്റാണ്, യഥാർത്ഥ കണക്കല്ല. എസ്റ്റിമേറ്റ് കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കാൻ വേണ്ടി അതിലൊരു പോർഷൻ എടുത്താണ് ഹൈക്കോടതി കാണിച്ചു, അതാണ് പുറത്ത് റിലീസ് ചെയ്തു. അതാണ് ബുദ്ധിമുട്ട്. അതല്ല യഥാർത്ഥ കണക്കല്ലെന്നറിയാം. പക്ഷെ അതിൻ്റെ പേരിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങൾക്ക് മണ്ടത്തരം കാണിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്കറിയാം. ഇതുപോലെ അതിനിർണായകമായ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഏതുപോലെയോ പണ്ട് കൊറോണ കാലത്ത് നിങ്ങൾ ജാഥ നയിച്ച ആളെ കൂട്ടിയപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യില്ലേ കൊറോണയാണ്. അപ്പോൾ നിങ്ങൾ വാശിയിലാണ് BJPയും കോൺഗ്രസും ആൾക്കാരെ കൂട്ടി ജാഥ അയച്ചത്. രണ്ടുപേർക്ക് ക്ഷീണം പറ്റുമോ? അതല്ല, അതേ സ്ഥാനത്ത് ഇതുപോലെ എങ്ങനെയാണ് തൃശ്ശൂർ UDFിന് വോട്ട് കുറഞ്ഞതും എങ്ങനെ LDFിന് വോട്ട് കൂടിയതെന്ന് നിങ്ങൾ കണക്ക് ഉദ്ധരിച്ചു. അവരുടെ കണക്കിന് പകരം കണക്ക് പറഞ്ഞ് ഇതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുന്നു. അപ്പം ജനങ്ങൾക്കറിയാം. അതാണ്. അപ്പം അതുപോലെ അടുത്ത പ്രാവശ്യം അസംബ്ലി ഇലക്ഷനിൽ എൻ്റെ പൊന്ന് ഷിഹാസിന് ആലുവ സീറ്റ് താല്പര്യമുണ്ടെന്നും അതിന് പിന്നെ അങ്ങയുടെ കിങ് അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ എന്താ പറയുക നേതാവ് സമ്മതിക്കുന്നൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ വളരെ ദൂഷ്യം നോക്കിക്കോല്ലെങ്കിൽ. കാരണം അവിടെയൊക്കെ ഇപ്പം പഴയതുപോലെ ഭൂരിപക്ഷത്തും ഇപ്പം ഇല്ല ആലുവിലേക്ക്. എന്നാലും അമ്മാലിൻ്റെ മരുമകൾ നിന്നിട്ടും ജയിച്ചില്ല, പക്ഷേ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അതേ സമയത്ത് 10-15 വോട്ടൊന്നും മാറാൻ പ്രയാസമില്ല. മണ്ടത്തരം അത് കാണിക്കരുത്. ഇത് നിങ്ങൾ എത്രയൊക്കെ ഒതുക്കി വെച്ചാൽ ഇത് സ്ക്രീൻഷോട്ടിൽ കിടക്കും. ഈ ബിരുദന്മാർ അന്ന് സമയത്തുള്ള എഴുതും
ഇത് കോൺഗ്രസ് നിങ്ങൾക്ക് ഇതിലുള്ള കോൺഗ്രസ്സുകാരെ പറഞ്ഞുണ്ടാക്കും. എങ്ങനെ കോൺഗ്രസ് പറഞ്ഞ വഴി TH മുസ്തഫയുടെ മകനറിയില്ലേ? സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചാർജ് കിട്ടാന്ന് വെച്ചപ്പോൾ തലേ ദിവസം നിങ്ങൾ ആലുവ പെരുമ്പാർ ബോയ്സ് സ്കൂൾ കുത്തി തുറന്ന് ഡേറ്റും പത്ത് കോപ്പി സോണിയാഗാന്ധിക്ക് അയച്ചില്ലേ? ആ സോണിയാഗാന്ധി അയച്ചപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞത്? ഇദ്ദേഹം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ചാർജ് എടുക്കുള്ളൂ. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇയാൾക്ക് 40 വയസ്സ് കഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ അയക്കുന്നതല്ല. അങ്ങനെ അദ്ദേഹത്തെ ആ ചാൻസ് പോയത്. അപ്പം അങ്ങനെ വക്രബുദ്ധി കാണിക്കുന്നത് കോൺഗ്രസ്. അത് പണ്ടേ ഉള്ളതാണ്, ഇപ്പോൾ മാത്രമല്ല. ആ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്ന ഷിയാസെ. അപ്പം നിങ്ങൾ കാലുവാരം 100 കോൺഗ്രസ്സിൽ ഒരു സീറ്റ് കിട്ടാന്ന പ്രയാസം, കിട്ടിക്കഴിഞ്ഞാൽ ജയിപ്പിച്ചെടുക്കുക അതേക്കാൾ പ്രയാസമാണ്. ഇപ്പം TH മുസ്തഫ സാഹിബൊക്കെ അദ്ദേഹം 3-4 ഇലക്ഷൻ ഞാൻ നേരിട്ടുണ്ട്. അദ്ദേഹം എത്ര ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഞാൻ ഒരു മാസം അപ്പീടുമില്ല, ഷെയ്വും ചെയ്യില്ല, ഒരു മൃഗതുല്യാവും. അത്ര കണ്ട് ടെൻഷനാവും. RSSൻ്റെ ഓഫീസിൽ പോകും, അമ്പലത്തിൽ ഭാഷയിടും, ചർച്ചിലിടും, പള്ളിയിലിടും, ഒക്കെ ഇടും. എങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ റിസ്കോട് അവിടെ ജയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലത്തായി ജയിച്ചിരിക്കണല്ലേ? അത് അദ്ദേഹത്തെ കോൺഗ്രസ് അയച്ചിട്ടല്ല. അതുപോലെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയുണ്ട്, ആലോചിക്കാൻ ചെയ്യരുതെന്ന് പറയാണ്. അപ്പോൾ ഈ 2 സംഭവമാണ് ഇപ്പോൾ ഉള്ള രാഷ്ട്രത്തിൻ്റെ വ്യതിയാനം. ഇത് എങ്ങനെ വരുമെന്ന് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ സൂചനയാണ് പറഞ്ഞത്. അതെങ്ങനെ വരും നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ കാത്തിരിക്കാം. നിങ്ങൾക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.